ഹലോ, സുറൂസ് വേൾഡിലേക്ക് സ്വാഗതം. നമുക്കിന്ന് കുറച്ചു മാംഗോ പൾപ്പ് തയ്യാറാക്കിയാലോ? ഇതിനായിട്ട് നമുക്ക് ഇന്നിവിടെ കുറച്ച് മാംഗോ ഞാൻ തൊലിയൊക്കെ കളഞ്ഞ് ഇവിടെ ശരിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഈ മാംഗോയുടെ കഴമ്പൊക്കെ ഒന്ന് ഇവിടെ ചെത്തിയെടുത്തിട്ട് നമുക്ക് മിക്സിയിൽ നന്നായി വെള്ളം ചേർക്കാതെ നന്നായി അരച്ചെടുക്കണം. അപ്പോൾ വെള്ളമൊന്നും ചേർക്കാതെയാണ് നമ്മളിത് ചെത്തിയെടുത്ത് നമ്മളിത് മിക്സിയിലിട്ട് അടിക്കേണ്ടത്. മിക്സിയിൽ അടിക്കുമ്പോൾ വെള്ളം തീരെ ചേർക്കാൻ പാടില്ല. ഇതിൽ നിന്നും നമ്മൾ നല്ല പഴുപ്പുള്ള മാങ്ങയൊന്നും ഇതിലെടുക്കരുത്. കാരണം ഇത് നമുക്ക് ദീർഘനാൾ സൂക്ഷിച്ച് വെക്കാനുള്ളത് കൊണ്ട് തന്നെ നല്ലോണം പഴുത്ത മാങ്ങ മാറ്റിയിടുക. എന്നിട്ട് ഒരു മീഡിയം ലെവലിലുള്ള മീഡിയം ലെവലിൽ പഴുപ്പുള്ള മാങ്ങ നോക്കിയിട്ട് എടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ വീട്ടിൽ ധാരാളം മാങ്ങയൊക്കെ ഉള്ളവരാണെങ്കിൽ ഇതുപോലൊക്കെ പൾപ്പൊക്കെ ഉണ്ടാക്കി വെക്കാൻ ശ്രമിക്കണം. അപ്പോൾ നമുക്ക് മാങ്ങ ഇല്ലാത്ത സമയത്ത് ജ്യൂസ് ഉണ്ടാക്കാനും ഷേക്ക് ഉണ്ടാക്കാനും ഇത് വളരെ ഉപകാരമാണ്. ഇനി നമുക്ക് ഈ മുറിച്ചെടുത്ത മാങ്ങയൊന്ന് നന്നായി അടിച്ചെടുക്കണം. ഈ അരച്ചെടുത്തത് ഇനി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതേപോലെ തന്നെ ബാക്കിയുള്ള മാങ്ങയും ചെത്തിയെടുത്ത് ഇതേപോലെ അരച്ചെടുക്കണം. 5 മാങ്ങ ഞാനിപ്പോൾ അരച്ചെടുത്ത് കഴിഞ്ഞു. ഇതേപോലെ നമുക്ക് ഇതിൽ നിന്നും തിരഞ്ഞെടുത്ത് പൾപ്പ് കറക്റ്റായത് മാത്രം എടുത്തുകൊണ്ട് ഇതേപോലെ നമുക്ക് അടിച്ചെടുക്കണം. എന്നിട്ട് അതിന് ശേഷമേ എത്ര മാങ്ങ എടുത്തെന്ന് പറയാൻ പറ്റുകയുള്ളൂ. എല്ലാ മാങ്ങയും ഒന്നും ഇതിലേക്ക് എടുക്കാൻ പറ്റുകയില്ല. പൾപ്പ് കൂടിയതൊക്കെ ഞാൻ ഒഴിവാക്കുകയാണ്. അപ്പോൾ നമുക്കിവിടെ 25 മാങ്ങയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നല്ല പഴുത്തതൊന്നും ഞാൻ എടുത്തിട്ടില്ല. ഇങ്ങനെ അളിഞ്ഞ പോലത്തെ സംഭവമൊന്നും എടുത്തിട്ടില്ല. നല്ല ഫ്രഷ് പഴുപ്പുള്ളത് മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇത് 25 മാങ്ങ ഞാൻ അടിച്ചിട്ട് റെഡിയാക്കിയിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് പൾപ്പാക്കി മാറ്റണം. അതിനായി നമ്മൾ 2 ചെറുനാരങ്ങ ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി അതിൻ്റെ നീരെടുത്തിട്ട് നമുക്ക് അത് കുറച്ച് വെന്ത് വരുമ്പോൾ അത് അതിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ ഇത് ചൂടായിട്ടില്ല. ചൂടാവട്ടെ. ചൂടാവുമ്പോൾ നമുക്കിത് ഇളക്കിക്കൊണ്ടേയിരിക്കണം. നിർത്താൻ പാടില്ല. കയ്യിലൊക്കെ തെറിക്കുന്ന പാകമാകുമ്പോൾ നമുക്ക് കയ്യുമ്പോൾ എന്തെങ്കിലും ചുറ്റേണ്ടി വരും. അപ്പോൾ ഇത് നമുക്ക് ഈ രീതിയിലാണ് നമ്മളിത് വറ്റിച്ചെടുക്കേണ്ടത്. ഒരു തുള്ളി വെള്ളം പോലും നമ്മളിതിൽ ചേർത്തിട്ടില്ല കേട്ടോ. നമ്മളിതിങ്ങനെ കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. അടി പിടിക്കാതിരിക്കാൻ നമ്മളെപ്പോഴും ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. അപ്പോൾ ഒരു പരുവമാകുമ്പോൾ നമ്മൾ കയ്യിലേക്ക് തെറിക്കാതിരിക്കാൻ വേണ്ടി നമ്മളൊരു തുണി എന്തെങ്കിലും കയ്യിൽ കെട്ടണം. ഞാൻ അങ്ങനെ കെട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും അങ്ങനെ കെട്ടണം. ഇത് ചെയ്തെടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. എങ്കിലും നമുക്കിത് റെഡിയാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് ഇതെടുത്ത് ജ്യൂസ് ഉണ്ടാക്കി കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം പറയാൻ പറ്റില്ല. കാരണം ഇത് നമുക്ക് നാശമായി പോകാതെ ഇത് നമ്മൾ ജ്യൂസാക്കി മാറ്റി ഉപയോഗിക്കുകയാണല്ലോ. അപ്പോൾ അതെല്ലാവരും ട്രൈ ചെയ്യും. അപ്പോൾ നമ്മുടെ മാംഗോ പൾപ്പ് ഒരുവിധം റെഡിയായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 2 ചെറുനാരങ്ങ നീരാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അത് നിർബന്ധമായും ഒഴിച്ച് കൊടുക്കണം. അപ്പോഴാണ് ഇത് കേടുകൂടാതെ സൂക്ഷിച്ച് വെക്കാൻ കഴിയുക. ഇത് നമ്മൾ ഗ്ലാസിൻ്റെ കുപ്പിയിൽ തന്നെ സൂക്ഷിച്ച് വെക്കാൻ ശ്രദ്ധിക്കണം. ഇനി ഗ്ലാസിൻ്റെ കുപ്പി ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റു കുപ്പികളിലൊന്നും വെക്കണ്ട. അങ്ങനെയാണെങ്കിൽ നമ്മൾ സ്റ്റീലിൻ്റെ പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എയർ കടക്കാത്ത രീതിയിൽ അതിലും നമുക്ക് സൂക്ഷിച്ച് വെക്കാം. പക്ഷേ ഏറ്റവും നല്ലത് ഗ്ലാസിൻ്റെ കുപ്പിയിൽ സൂക്ഷിക്കുന്നതാണ്. പിന്നെ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ
ഒന്ന് സബ് ചെയ്യാനും ലൈക്ക് അടിക്കാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇനി നിങ്ങൾ നെഗറ്റീവ് കമൻ്റ് ഇട്ടാലും ഞാനത് ഹൃദയപൂർവ്വം സ്വീകരിക്കുന്നതാണ്. ഇനി നമുക്ക് ഇത് കുപ്പിയിലേക്ക് നിറച്ച് കൊടുക്കാം. കുപ്പി നന്നായി കഴുകി വൃത്തിയാക്കി ഉണക്കിയെടുത്തതിന് ശേഷമാണ് ഞാൻ ഇത് നിറച്ച് കൊടുക്കുന്നത്. അപ്പോൾ തീരെ ഈർപ്പമില്ലാത്ത കുപ്പിയിലായിരിക്കണം നമ്മൾ ഇത് സൂക്ഷിക്കേണ്ടത്. അപ്പോൾ ഒരു കുപ്പിയും കൂടി നമുക്ക് നിറച്ച് കൊടുക്കാനുണ്ട് ഇതേ രീതിയിൽ തന്നെ. അപ്പോൾ ഒരു കുപ്പി നമ്മൾ മുഴുവനായും നിറച്ചു കഴിഞ്ഞു. ഇനി ഈ ഒരു കുപ്പിയിലും കൂടി ഇതും ഒന്ന് നിറച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ഇപ്പോൾ 2 കുപ്പിയും നിറച്ചു കഴിഞ്ഞു. ബാക്കിയുള്ള പൾപ്പ് ഞാൻ ഇതിലാണ് തൽക്കാലം നിറച്ചു വെച്ചിട്ടുള്ളത്. എൻ്റെ കയ്യിൽ ഗ്ലാസിൻ്റെ കുപ്പി ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ തൽക്കാലം ഇതിൽ നിറച്ച് വെച്ചിരിക്കുകയാണ്. പക്ഷേ ആദ്യം നമ്മൾ ഇതാണ് ഉപയോഗിക്കേണ്ടത്. സ്റ്റീൽ പാത്രത്തിൽ സൂക്ഷിച്ചാൽ അതായിരിക്കണം നമ്മൾ ആദ്യം ഉപയോഗിക്കേണ്ടത്. ഇത് അര കഞ്ഞിപ്പാത്രമാണ് ഇതിൽ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതേ രീതിയിൽ ആണ് നമ്മൾ പൾപ്പ് തയ്യാറാക്കിയിട്ടുള്ളത്. ഇതുപോലെ എല്ലാവരും മാങ്ങയൊക്കെ കിട്ടുമ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കാൻ ശ്രമിക്കണം. അപ്പോൾ ഇനിയൊരു പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരേക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ബായ്.